നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബം സന്തുഷ്ടമായി പോവുക എന്നത് നമ്മുടെ പരമമായൊരു ലക്ഷ്യമാണ്. ഓരോ വ്യക്തിയും സന്തുഷ്ടമാകുന്നത്, സന്താപമില്ലാതിരിക്കുന്നത് കുടുംബം നന്നാകുമ്പോഴാണ്. ഈ ലോകത്തിൽ സമൂഹത്തെ നേരെയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും കുടുംബത്തിൽ തകർച്ച അനുഭവിച്ചവരാണ്. വ്യക്തികളുടെ പേരെടുത്ത് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും കുടുംബത്തിൽ തകർന്നടിഞ്ഞ വ്യക്തിത്വം, സമൂഹത്തിൽ ഉയർന്നു പോയ വ്യക്തിത്വങ്ങളെക്കുറിച്ചിട്ട് പുസ്തകം തന്നെയുണ്ട്. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരുപാട് കൃതികൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സാഹിത്യരചനയുടെ ട്രാജഡിയും കോമഡിയും, കോമിക് ട്രാജഡിയും ട്രാജിക് കോമഡിയുമൊക്കെ എഴുതിയിരുന്നെങ്കിലും സ്വയമേവ അദ്ദേഹം ഒരു ദുഃഖപുത്രനായിരുന്നു. തൻ്റെ ഭാര്യ അവസാനം തന്നെ വിട്ടേച്ചു പോകുന്ന ആ ഒരു രംഗം വന്നപ്പോഴാണ് ഒഥല്ലോ എന്ന നാടകം എഴുതിയത്. ഒഥല്ലോ സ്വന്തം വയറ്റത്ത് വാളമർത്തി ഈ ലോകത്തോട് വിട പറയുന്ന സേനാധിപനായ ഒഥല്ലോ അത് ഷേക്സ്പിയർ തന്നെയാണ്. അത് മനസ്സുകൊണ്ട് അദ്ദേഹം ഒരു ആത്മഹത്യ ചെയ്തു നോക്കിയതാണ്. ഷേക്സ്പിയറുടെ ഭാര്യ അവസാനം തന്നെ വിട്ടേച്ചു പോകുന്നുണ്ട്. ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഇതേപോലെ ധാരാളം ആളുകൾ, അവരൊക്കെ വലിയ വലിയ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വ്യക്തിത്വങ്ങളാണ്. അതിൽ മാർക്ക് ആൻ്റണിയുണ്ട്. മാർക്ക് ആൻ്റണി ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു പുരുഷനാണ്. ജൂലിയസ് സീസർ നമ്മൾ വായിക്കുമ്പോൾ മാർക്ക് ആൻ്റണിയാണ് നമ്മുടെ മുമ്പിൽ ജൂലിയസ് സീസറേക്കാൾ വലിയ സംഭവമായിട്ട് വരിക. ഞാൻ കുട്ടികളോടും കൂടി ഇപ്പോൾ ഈ പറയുന്നത്, ജൂലിയസ് സീസറേക്കാൾ ഏറ്റവും പ്രധാനമായ ആ നോവലിൽ നമ്മൾ വായിക്കുക മാർക്ക് ആൻ്റണിയാണ്. കാരണം ആൻ്റണിയുടെ പ്രസംഗമാണ്. സാധാരണഗതിയിൽ മാർക്ക് ആൻ്റണിയെ നമ്മൾ അതിമനോഹരമായി നമ്മൾ നോവൽ വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. കാരണം ജൂലിയസ് സീസറെ കൊന്ന ബ്രൂട്ടസ് അവസാനം അവിടുത്തെ ജനങ്ങളെ മുഴുവൻ തൻ്റെ വശത്തേക്കാക്കി ജൂലിയസ് സീസറെ എതിർക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ തിരുത്തിക്കൊണ്ടുള്ള പ്രഭാഷണമാണ് ലോകത്തിലെ നമ്പർ 1 പ്രഭാഷണമായി അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ മാർക്ക് ആൻ്റണി സ്പീച്ച് എന്ന് പറയുന്നത്. ഒരാൾ നല്ലൊരു പ്രസംഗം നടത്തിയാൽ കുറച്ച് വിവരമുള്ളവർ പറയാം ഒരു ആൻ്റണി സ്പീച്ചായിരുന്നു എന്നാണ്. മാർക്ക് ആൻ്റണി അത്ര മനോഹരമായിട്ടാണ് സംസാരിച്ചത്. അതും വളരെ സൈക്കോളജിക്കലായിട്ടാണ് സംസാരിച്ചത്. അതേ മാർക്ക് ആൻ്റണി ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആ നോവലിലെ ഇതിഹാസ പുരുഷൻ, അത് വെറും നോവലിലെ കഥാപാത്രമല്ല, അത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഞാൻ ഈ ആൻ്റണിയുടെ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ആളെ പിന്നെ നമ്മൾ ആകെ അന്തിച്ചു നിൽക്കുന്നത് ക്ലിയോപാട്ര വായിക്കുമ്പോഴാണ്. ക്ലിയോപാട്ര എന്ന് പറയുന്ന ക്ലിയോപാട്രയെ പ്രണയിക്കുകയും അവസാനം അതിനുവേണ്ടി നടക്കുകയും അവസാനം അവളെ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന മാർക്ക് ആൻ്റണിയാണ് 2ാം ഭാഗത്തിൽ നമ്മൾ കാണുക. ഒരു ഭാഗത്ത് അദ്ദേഹം ഹീറോയാണ്, മറ്റൊരു ഭാഗത്ത് അദ്ദേഹം സീറോയാണ്. അപ്പോൾ കുടുംബം ശരിയാവുക എന്നത്, വ്യക്തിത്വം ശരിയാവുക എന്നത് ചില വലിയവർക്ക് പോലും സംഭവിക്കാത്തതാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒന്ന്, നമ്മൾ കുടുംബത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണാത്തത് കൊണ്ടാണ്. ഒരു കുടുംബ സംഗമം, അതിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഇവിടെ ഒരു കുടുംബത്തിൻ്റെ സംഗമമല്ലത്. എല്ലാ ജാതിയിൽപ്പെട്ട, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും കുടുംബം വളരെ വലുതാണ്. ഒരു കള്ളനായ ഒരാൾക്കും മകൻ കള്ളനാവുന്നത് ഇഷ്ടമല്ല. മക്കളെ നന്നായി പഠിപ്പിക്കാനാണ് ചിലർ കക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുടുംബത്തിലെ ഓരോ ആളുകളും നന്നാവാനാണ് ഏതൊരു തസ്കരനും ആഗ്രഹിക്കുക. തസ്കരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ, അതിന് നല്ല ഭാഷയാണ് തസ്കരൻ. അപ്പോൾ തസ്കര വീരൻ എന്നൊക്കെ പറയുന്നതാണ് കള്ളന്മാരായ വീരന്മാരെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ പരാജയപ്പെട്ട മേഖല കൂടിയാണ് കുടുംബം. ഞാനവരെ വിമർശിക്കാൻ പറഞ്ഞതല്ല, അത്ര വലിയവർക്ക് പോലും കുടുംബത്തിൻ്റെ താളം നിലനിർത്താൻ സാധിച്ചില്ല എന്ന് പറയാം. കാൾ മാർക്സ് ഡാസ് ക്യാപിറ്റൽ എഴുതുന്ന സമയത്താണ് സ്വന്തം മകൻ മരിച്ചു എന്നുള്ള വിവരം കിട്ടുന്നത്. എനിക്കെൻ്റെ മകനേക്കാൾ വലുത് ഈ ഗ്രന്ഥം പൂർത്തിയാക്കലാണ് എന്ന് പറഞ്ഞ വിശിഷ്ട വ്യക്തിത്വമാണ് കാൾ മാർക്സ്. ചരിത്രത്തിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും.
നമ്മളെപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കണം. വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ വളരെ ശക്തമായി വരിക. ആരെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ പോവരുത്, നമ്മളതിനെ തേടി പുറപ്പെടണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ നന്നാക്കിയെടുക്കുക എന്നതിൽ എന്നും നമുക്ക് ഭീതിയുള്ള ഒരു ഭാഗമാണ്. ഞാനിന്ന് ഇങ്ങനെ ഇതിൽ മാത്രം നിന്ന് കളിക്കേണ്ടിയിരിക്കുന്നു, കാരണം എൻ്റെ ടോപ്പിക് അതാണ്. നിങ്ങളെനിക്ക് തന്നത് ഡ്രഗ്സിന് എതിരെയുള്ളൊരു ടോക്കാണ്. പക്ഷെ ഞാനതിനൊന്ന് വിശാലപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ലഹരി എന്ന് പറയുന്ന വാക്കിൻ്റെ ഉറുദു പതിപ്പ് അല്ലെങ്കിൽ ഹിന്ദിയിൽ അതിന് പറയുക നഷ എന്നാണ്. നഷ നഷ എന്ന് പറഞ്ഞാൽ ലഹരി എന്നാണ് അർത്ഥം. ഈ നഷ എന്ന് പറഞ്ഞാൽ വെറും ലഹരി മാത്രമല്ല, എല്ലാ ലഹരിക്കും നഷ എന്നാണ് പറയാം. പ്യാർ കി നഷ, പ്രണയത്തിൻ്റെ ലഹരി. മാലോം കി നഷ, സമ്പത്തിൻ്റെ ലഹരി. കുർസി കാ നഷ, അധികാരത്തിൻ്റെ ലഹരി. ദൗലത്ത് കി നഷ, പ്രതാപത്തിൻ്റെ ലഹരി. ഇതൊക്കെ ലഹരി തന്നെയാണ്. രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ ലഹരിയുണ്ട്. ഒരാളെ എങ്ങനെയെങ്കിലും തകർത്ത് ആ സ്ഥാനത്തേക്ക് കയറൽ അയാളുടെ ലഹരിയാണ്. എല്ലാ ലഹരിയും അവസാനിക്കണം. അതിലൊരു ഭാഗമാണ് നഷാവും കി നഷ, ലഹരികളുടെ ലഹരി. അല്ലാതെ നമ്മൾ ലഹരി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം അതിനെ ഒതുക്കരുത്. ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്, ഇവിടെ വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒളിച്ചോടി പോകുന്നത് വിവാഹം കഴിച്ചവരാണ്, കഴിക്കാത്തവരല്ല. അലൂമിനി മീറ്റൊക്കെ നമുക്കിപ്പോൾ പേടിയാണ്. 93 അല്ലെങ്കിൽ 94 10ാം ക്ലാസ്സുകാർ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല ഒരുമിക്കൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ജീവിതം തകർന്നു പോയ ആളുകൾ വീണ്ടും കണ്ടുമുട്ടിയിട്ട് അവസാനം ആ തകർച്ചയിൽ നിന്ന് കൂടുതൽ തകർച്ചയിലേക്കുള്ള യാത്രകൾ തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുകയുണ്ടായി. ഞാൻ ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്തരം ഇൻഫർമേഷൻസ് ഒരുപാട് നമ്മളടുത്തേക്ക് വരും. ഇവിടെ അജുബദ് ഇരിക്കുന്നതിന് ഞാനിപ്പോൾ അവരുടെ ടീമിനാണ് എല്ലാ കൗൺസിലിങ്ങും വിട്ടുകൊടുക്കാറുള്ളത്. ഞാനിപ്പോൾ കൗൺസിലിങ്ങിന് നിൽക്കാറില്ല. പക്ഷേ എൻ്റെ മൊബൈലിലേക്ക് ഒരു ദിവസത്തിൽ ഏകദേശം ഒരു 50ഓളം മെസ്സേജുകളും കോളുകളും വരും. ആവറേജ് ചിലപ്പോൾ 100 ആവും, ചിലപ്പോൾ 75 ആവും, ചിലപ്പോൾ 25 ആവും. ആവറേജ് ഒരു 50ഓളം കോളുകൾ വരാറുണ്ട്. ഒരുപാട് ഉമ്മമാരുടെ നിലവിളികൾ ഇതാ എൻ്റെ ഈ ഫോണിലുണ്ട്. ഒരുപാട് ഉമ്മമാരുടെ പൊട്ടിക്കരച്ചിലുകളുണ്ട്, തേങ്ങലുകളുണ്ട്. സാറേ നിങ്ങളൊരു സമയം തരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വിളികളുണ്ട്. അവർക്ക് എന്നെ ആയിരിക്കും കൂടുതൽ അറിയുക. അതുകൊണ്ടാണ് ഈ പ്രഭാഷകരായിട്ട് സൈക്കോളജിസ്റ്റുകൾ അധികം പോവാറില്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് എന്നേക്കാളും നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അവരറിയാത്തത് കൊണ്ടാണ് അവരെ വിളിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ ദിവസവും ഇങ്ങനെയുള്ള അട്ടഹാസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആർത്തനാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണൂരിലുള്ള ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങളൊരു സമയം തരും എൻ്റെ മോനൊന്ന് കൊണ്ടുവരാൻ. എനിക്കാകട്ടെ തീരെ, ഞാൻ 15 ദിവസം നാട്ടിലുള്ളൂ, 15 ദിവസം പുറത്താണ്. ഇവിടെയുള്ള 15 ദിവസത്തിൽ 6 ദിവസം പ്രോഗ്രാമിന് പോകും, ബാക്കി 9 ദിവസം എനിക്ക് എൻ്റേതായ ഷെഡ്യൂളുകളുണ്ട്. ഞാനങ്ങനെ വെറുതെ ഇങ്ങനെ പോകുന്ന ഒരാളല്ല, ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്ന ഒരാളാണ്. എല്ലാ മാസവും 15 ദിവസം പുറത്തായിരിക്കുന്നുണ്ടാവും. പുറത്ത് മീൻസ് ഔട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഷെഡ്യൂളായി പോകുന്നതാണ്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. അപ്പം നേരത്തെ അവിടെ ഇരുന്നിട്ട് ആരോ എന്നോട് ചോദിച്ചു, നിങ്ങൾ യൂട്യൂബിലാണല്ലേ വളരെയധികം. ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ആരൊക്കെയോ ഇടുകയാണ്. ചിലപ്പോൾ ഈ എടുക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അത് ഇടുന്നത്. അവൻ ഇരുന്ന് ചിരിക്കുകയാണ്. അങ്ങനത്തെ ആൾക്കാരായിരിക്കും അതിൻ്റെ പൈസ വാങ്ങുന്നത്. ഞാൻ ഇന്നേ വരെ യൂട്യൂബിൽ നിന്ന് 1000 രൂപ പോലും വാങ്ങിച്ചിട്ടുമില്ല. 16-17 മില്യണൊക്കെ കണ്ട വീഡിയോസൊക്കെ ഉണ്ട്. എനിക്ക് അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇവരുടെ കാര്യമല്ല പറഞ്ഞു കേട്ടോ, അങ്ങനത്തെ ആളുകളുടെ കാര്യമാണ്. 15-20 ആൾക്കാർ ഇടുന്നുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രസംഗിക്കുമ്പോഴും അവരത് കട്ട് ചെയ്ത് അങ്ങനെ വിടും. പക്ഷേ എനിക്കൊരു വലിയ സങ്കടം അതിൻ്റെ ടാഗ് ലൈൻസാണ്. അത് ഞാൻ നിങ്ങളോടും കൂടി പറയുകയാണ്, നിങ്ങൾ അഥവാ വിടുന്നുണ്ടെങ്കിൽ. ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡിങ് ഉണ്ടാവുമല്ലോ. ഈ ഹെഡിങ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ടാഗ് ലൈൻ. ആ ടാഗ് ലൈന് ചിലപ്പോൾ ഇങ്ങനെ ജസ്ലാമാടെ ശരിക്ക് മറുപടി. ഞാൻ ആ പെൺകുട്ടിക്ക് മറുപടി പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. എൻ്റെ വാക്കുകൾ കേൾക്കൂ, നിങ്ങൾക്ക് ജീവിതം ഉറപ്പിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ വാക്ക് കേട്ടിട്ടല്ലല്ലോ നിങ്ങൾ ജീവിതം ഉറപ്പിക്കൽ. അപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കണമെന്ന് ഞാൻ പറയില്ല. പറഞ്ഞത് ശരിയല്ലല്ലോ, അതൊരു ക്ലീശേ വാക്കല്ല. എൻ്റെ വാക്കുകൾ കേട്ടല്ല, ഞാൻ പ്രവാചകനൊന്നുമല്ലല്ലോ, എൻ്റെ വാക്കുകൾ കേൾക്കൂ എന്ന് പറയാൻ. അപ്പോൾ അങ്ങനത്തെ ഈ ടാഗ് ലൈന് കാണുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തരും, സാർ ഇതിൽ നിങ്ങളൊന്ന് ഇടപെടണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ടാഗ് ലൈനൊക്കെ ഇട്ടിട്ടാണ്. നാളെ എവിടെ കണ്ടു, മുഖ്യമന്ത്രിക്ക് എന്താ സാരി ഉടുത്തുകൂടെ, എന്നിട്ട് അതിൻ്റെ ചോട്ടിൽ എൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ ഞാൻ ഏതോ പ്രസംഗത്തിൽ ഈ ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഇതിന്
വളരെ ഇതായി. അപ്പം മുനീർ സാഹിബിൻ്റെ എന്തോ ഒരു സാധനം ഞാൻ പറഞ്ഞതാണ്. അഥവാ എല്ലാ പെൺകുട്ടികളെയും പിടിച്ചിട്ട് എന്താക്കും, ആൺകുട്ടികളുടെ വേഷം ഇടിപ്പിക്കും. ആൺകുട്ടികൾ ഒരിക്കലും ആരുടെ വേഷം ഇടാറില്ല, പെൺകുട്ടികളുടെ വേഷം ഇടാറില്ല. അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ജെൻഡർ ഈക്വാലിറ്റി കോളേജിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ കൊണ്ടുവരേണ്ടത് എന്താണെന്ന്, ഈ ആൺകുട്ടികളൊക്കെ ചുരിദാർ ഇടട്ടെ, അപ്പോഴല്ലേ ഈക്വാലിറ്റി ആവുള്ളൂ. അതിന് ആൺകുട്ടികളെ കിട്ടൂല. പെൺകുട്ടികൾ ഇങ്ങനെ ജീൻസും ടീഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൺകുട്ടികൾ അവരുടെ വേഷം തന്നെ ഇടുന്നത്. നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, അവരാകട്ടെ മാറുന്നുമില്ല. എല്ലാ പുരുഷന്മാരും വലിയ മേധാവികളാണ്, ഞാനടക്കം. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഞങ്ങൾക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അത് സയൻറ്റിസ്റ്റുകൾ മുതൽ എഴുത്തുകാർ മുതൽ എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതിനെല്ലാറ്റിനും കൂടി ഒരു മതത്തിൻ്റെ പിന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന് കെട്ടരുത്. എല്ലാവരും പറയൽ ഇസ്ലാമിന് സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ഇന്നടത്ത് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെയാണ്. ആരാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നത്? സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയുകയാണേ, ദേഷ്യപ്പെട്ട് പറയല്ല. ലോകത്തിൽ എത്രയോ പെണ്ണുങ്ങളായ സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആദ്യത്തെ 10 പേരിൽ ഒരാളെ കാണിച്ചു തരുമോ? മേരി ക്യൂരിയുടെ പേര് പോലും അറ്റത്താ കിടക്കുന്നത്. മേരി ക്യൂരി കണ്ടെത്താത്തത് കൊണ്ടല്ല. അപ്പോൾ ഈ കാണുന്ന ഈ ആണുങ്ങളുടെ മേധാവിത്വം നിങ്ങളെ സമ്മതിച്ചു തരില്ല എന്നതുകൊണ്ടാണ്. ലോകത്തിൽ എത്രയോ എഴുത്തുകാരെ നിങ്ങൾ വായിച്ചില്ലേ? കോളേജിലെ കുട്ടികൾ ആരൊക്കെയാണ്? നിങ്ങൾ പേര് പറയുമ്പോൾ ആദ്യം പറയാം, വില്യം ഷേക്സ്പിയർ മുതൽ തുടങ്ങും. വില്യം വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഷെല്ലി, ഗെഥെ, നോം ചോംസ്കി, ദസ്തേവിസ്കി, ഇതൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. അതിലെവിടെ ഒരു പെൺകുട്ടികൾ എഴുതാത്തത് കൊണ്ടാണോ? ഈ പറയുന്ന ഷേക്സ്പിയർക്ക് പോലും ഒരു പെൺകുട്ടിയാണ് എഴുതി കൊടുത്തത് എന്നാണ് ക്രിറ്റിസിസം. അപ്പോൾ എഴുത്തുകാരും മേധാവികളാണ്, ആണുങ്ങളായ മേധാവികൾ. അവരും വിട്ടുകൊടുത്തിട്ടില്ല നിങ്ങളെ. ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണിന് വേണ്ടി വാദിക്കുന്ന എന്ന് പറയപ്പെടുന്ന രാജ്യം അമേരിക്കയാണ്. പെണ്ണ് ഉയർന്നു വരട്ടെ എന്ന് ഞങ്ങൾ വാദിച്ചതുപോലെ ആരും വാദിച്ചിട്ടില്ല എന്നവർ പറയുന്നു. നിങ്ങളൊന്ന് പറ, അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡന്റ് മുതൽ ഇതുവരെയുള്ള പ്രസിഡന്റിൽ ഒരാളുണ്ടായിട്ടുണ്ടോ ഒരു പെൺകുട്ടി? അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ ഒരു പ്രസിഡൻ്റായിട്ടൊരു നിങ്ങൾ പറയാം കമല ഹാരിസിനെയാണ്. അത് വൈസ് പ്രസിഡൻ്റാണ്. അമേരിക്കയിൽ വൈസ് പ്രസിഡൻ്റ് ആകുക എന്നുള്ളതേ നമുക്ക് അറിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചിട്ട് വിവരമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഉപപ്രധാനമന്ത്രിയുടെ പേരെന്താ എന്ന് ഇന്ത്യക്കാരോട് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഉപപ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരാളില്ല എന്ന് പോലുള്ള വിവരം നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ അമേരിക്കയിൽ പ്രസിഡൻറ്റിനാ വാല്യൂ. അവർ ഇത്രമാത്രം വാദിച്ചിട്ടും ഇന്നേ വരെ അമേരിക്കയിൽ ഒരു പെണ്ണായി ഒരു പ്രസിഡൻറ്റ് വന്നിട്ടില്ല. ഞാൻ രാഷ്ട്രീയം പറയല്ലേ, കേരളത്തിൽ ഇതിനുവേണ്ടി വാദിക്കുന്ന ജെൻഡർ ഈക്വാലിറ്റിക്കും അതേപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങൾ പെണ്ണുങ്ങൾക്ക് വരട്ടെ എന്ന് വാദിക്കുന്ന ഒരു പാർട്ടിക്കാരും ഇന്നേ വരെ ഒരു പെൺകുട്ടിയെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. ഉണ്ടോ? ഗൗരിയമ്മയെങ്കിലും അവർക്കാക്കാമായിരുന്നു. 103 വയസ്സ് വരെ ജീവിച്ചു. ലാത്തിക്കുഞ്ഞുങ്ങൾക്ക് പ്രസവിക്കാനുള്ള കരുത്തുണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, ലാത്തിക്കുഞ്ഞുങ്ങളെ ഈ ഗൗരിയമ്മ പ്രസവിക്കുമായിരുന്നു എന്നവർ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അത്രമാത്രം പീഡനങ്ങൾ സഹിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ്. അവരെപ്പോലും CHനെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയാക്കി, ഒരു മാസം പോലും ഇല്ലെങ്കിൽ പോലും കുറച്ച് ദിവസത്തേക്കെങ്കിലും CH മുഖ്യമന്ത്രിയായി. അതേപോലെ ഒരു 10 ദിവസത്തേക്കെങ്കിലും അവരൊക്കെ മുഖ്യമന്ത്രിയാക്കാമായിരുന്നു. ഞാനിത് പറയുന്നത് ഒരു പാർട്ടിയെയോ ഒരു രാജ്യത്തെയോ ആരെയും എതിർക്കാനല്ല. ഞാൻ പറയുന്നത് പെൺവർഗത്തിന് ഇന്നേ വരെ ലോകത്തിൽ ആരും എന്താക്കിയിട്ടില്ല, വലിയ തോതിലുള്ള വില കൽപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമിൻ്റെ പേരിൽ മാത്രം കൊണ്ടുവന്നിട്ട് ആരും എന്താക്കണ്ട, ഇടണ്ട. പിന്നെയും മതാചാര പ്രകാരമുള്ളവരാണ് എന്താക്കുന്നത്. നിങ്ങൾ ആളുകളുടെ ഒന്ന് റിസർച്ചുകൾ എടുത്തു നോക്ക്. ആദ്യമായി പെണ്ണിന് സ്വത്താവകാശം നൽകിയതാര് എന്ന് നിങ്ങൾ പഠിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിൻ്റെ റിസർച്ച് കിട്ടും. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ഹ്യൂമൻ, മനുഷ്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് സ്വത്താവകാശം കൊടുത്തത്, സിസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുത്തത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് മുസ്ലിങ്ങളല്ലാത്തവർ പറയുന്ന ഇഷ്ടം പോലെ പ്രഭാഷണം നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ട് ചേക്കേറാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതിനാദ്യം നമുക്ക് ചരിത്രത്തെക്കുറിച്ചൊരു ബോധം വേണം. ആൻഷ്യൻ്റ് ഹിസ്റ്ററി എന്താണ്, മോഡേൺ ഹിസ്റ്ററി എന്താണ്, മിഡീവൽ ഹിസ്റ്ററി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം വേണം. മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായതാണ്. 100-400 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. അപ്പോൾ ബ്രിട്ടൻ അതിൻ്റെ മേലത്തേക്കൊക്കെ കയറി വന്നു എന്നതൊക്കെ ശരി തന്നെയാണ്. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് വേറെ കുറേ രാജ്യങ്ങളായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താ, ഈ കോടതിയിൽ നിന്ന്, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കല്ല കേട്ടോ, കോടതിയിൽ നിന്ന് മുൻസിഫ് എന്ന് പറയുന്ന വാക്കെടുത്ത് കളയുന്നത്, എന്താ വക്കീൽ എന്ന വാക്കിനെ ഉപയോഗിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് എന്തിനാണ്? ഈ പറയുന്ന പിന്നെ ഒരുപാട് പദങ്ങൾ, മുൻസിഫ് കോർട്ടാകട്ടെ അദാലത്താകട്ടെ, ഇതൊന്നും വേണ്ട എന്ന് പറയുന്നത് കാരണം ഈ സാധനം ഉപയോഗിച്ചത് ആദ്യം അവരത് കൊണ്ടുവന്നത് എന്നതുകൊണ്ടാണ്. നീതിന്യായ കോടതി, ഒരാൾക്ക് സ്വത്താവകാശ കോടതി ആദ്യം കൊണ്ടുവന്നത് അവരായതുകൊണ്ടാണ് അറബിക് ടേം ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കുക. ഞാൻ അതിനു വേണ്ടി വാദിക്കാൻ വന്ന ആളല്ല.
1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. മോഡേൺ ഹിസ്റ്ററി, ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ടാകെ 1000-400 കൊല്ലമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് അവർ പോലും ഉപയോഗിച്ചിരുന്നത് ഇതിൻ്റെ ചില പ്രയോഗങ്ങളായിരുന്നു എന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മുൻസിഫ് കോർട്ട് പറയേണ്ട കാര്യമില്ല, അദാലത്ത് പറയേണ്ട കാര്യമില്ല, വക്കീലെന്ന് പറയേണ്ട കാര്യമില്ല. സിസ്റ്റമൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഞാൻ പറയുന്നത് കുടുംബത്തെ ഇത്ര മനോഹരമാക്കി. നമ്മൾ മതം പറയുമ്പോൾ ആളുകളുടെ ഒരു ധാരണ അത് നാളെയുടെ ലോകത്തേക്ക് വേണ്ടി ആളുകൾ ക്ഷണിക്കുന്നു എന്നതാണ്. ഈ ലോകത്തിൽ തന്നെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ അത് വേണമെന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ മതവിശ്വാസികൾപ്പെട്ടവരോടാണ് പറയുന്നത്. നമ്മളത് പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ വിമർശനാത്മകമായി പലതും പറയാനുണ്ടാവും. ഞാൻ വളരെ സയൻറ്റിഫിക്കായിട്ടാണ് പറയുന്നത് നിങ്ങളോട്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ വിഷയം എന്താ? ഡ്രഗ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ പഠനങ്ങൾ കിട്ടും. ഞാൻ കേരളത്തിൻ്റെ സ്റ്റേറ്റ് തലത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട്, ഡ്രഗ്സിനെതിരെയുള്ളൊരു പ്രോഗ്രാം. നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിന് മുഖ്യ പ്രഭാഷണം എൻ്റേതായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അന്നതൊരു സ്റ്റേറ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് കുറച്ചും കൂടി ഇൻഡെപ്തിൽ ഞാൻ ആ വിഷയം പഠിക്കേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് സത്യത്തിൽ അന്നത്തെ ലേഖനങ്ങൾ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഇംഗ്ലീഷുകാർ എഴുതിയ ലേഖനത്തിൽ ഈ ലോകത്തിൽ ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കുന്നത് സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സാമൂഹ്യ ശാക്തീകരണം കൊണ്ടോ അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകളുടെ സാമ്പത്തിക ശാസ്ത്രം കൊണ്ടോ ഇതുകൊണ്ടൊന്നുമല്ല. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മയക്കുമരുന്നിൽ നിന്നും ഈ പറയുന്ന ഈ മദ്യത്തിൽ നിന്നും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് അവരുടെ ഉള്ളിലൊരു സ്പിരിച്വൽ ബിലീഫ് സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ്. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് മദ്യപിക്കാത്തത്? നമ്മളെന്തുകൊണ്ടാണ് ഈ ലഹരി ഉപയോഗിക്കാത്തത്? ഒറ്റ മറുപടി അതിനുള്ളൂ, നമ്മുടെ ദീൻ അത് അനുവദിക്കുന്നില്ല. ബസ് നമ്മളതിൽ നിന്ന് താളം തെറ്റി തുടങ്ങിയാൽ പിന്നെ അതൊക്കെ അനുവദനീയമായി നമുക്ക് തോന്നും. ഒരു പെഗ്ഗടിച്ചാൽ എന്താ കുഴപ്പം എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എന്തുകൊണ്ടാണ്? ഇഷ്ടം പോലെ സാഹചര്യങ്ങളാണ്. വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടൊരു 53 രാജ്യങ്ങൾ നമ്മൾ പോയി. ലാസ്റ്റ് പോയത് ബ്രൂണയിലാണ്. ബ്രൂണൈ പിന്നെ ഒരു ഇസ്ലാമിക് രാജ്യമാണ്. അവിടെ പുകവലിച്ചാൽ തന്നെ $300 അല്ലേ അലവിമാഷേ? അലവിമാഷൻ്റെ കൂടെ വന്നിട്ടുണ്ട്. $300 അവിടെ പുകവലിച്ചാൽ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോയത്. $300 അഥവാ നമ്മുടെ 21,000 രൂപയാണ് അവിടെ ഒരാൾ പുകവലിച്ചാൽ ഫൈൻ കൊടുക്കണ്ടേ. അതാണ് ബ്രൂണൈ. അങ്ങനത്തെ രാജ്യം നമ്മൾ ലോകത്തിൽ കാണും. മദ്യം എന്ന് പറഞ്ഞ സാധനം അവിടെ കിട്ടൂല. അഥവാ കുടിച്ചു കഴിഞ്ഞാൽ ഹെവി ഫൈനാണ്. പുകവലിക്ക് ഇത്ര ഫൈനാണെങ്കിൽ പിന്നെ മറ്റേ കാര്യം പറയണ്ടല്ലോ. എന്നാൽ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ പോയാലോ, ഇഫ് ഇറ്റ് ഈസ് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബെൽജിയം, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്സ്, അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജർമ്മനി, ഇറ്റലിയും അതിൻ്റെ അപ്പുറത്തേക്ക് വത്തിക്കാൻ, ലങ്സ്റ്റൻസ്റ്റൈൻ, അതിൻ്റെ അപ്പുറത്തേക്ക് ഓസ്ട്രിയ, ഈ രാജ്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞൊരു 2-3 മാസം മുമ്പ് പോയി. സർബത്ത് പോലെ എല്ലാ പീടിയിലും ഈ സാധനങ്ങൾ കിട്ടും. മയക്കുമരുന്നിൻ്റെ സാധനങ്ങളും കിട്ടും. കാരണം അവിടെ താളം തെറ്റി പിന്നെ മനുഷ്യരെങ്ങനെയായാലും വേണ്ടിയില്ല എന്നൊരവസ്ഥയാണ്. നമുക്കതൊരു താളം തെറ്റലായിട്ടേ തോന്നൂ, പക്ഷെ അവർക്കതൊരു താളം തെറ്റലായിട്ട് തോന്നൂല. ഹ്യൂമൻ സൈക്കോളജി നിങ്ങൾ പഠിക്കണം. നമ്മൾ വിദേശ രാജ്യത്ത് പോയി ഒരു കല്യാണത്തിനോ മറ്റൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർ മക്കളെ പരിചയപ്പെടുത്തും. പോയവരോട് ചോദിച്ചു നോക്കുക, 5-6 മക്കളുണ്ടാവും, അല്ലെങ്കിൽ 4-5 മക്കളുണ്ടെങ്കിൽ ആ മക്കൾ വരും. എന്നിട്ട് ഇവരെങ്ങനെയാണ് പരിചയപ്പെടുത്തുകയെന്നറിയോ? ഞാൻ പറഞ്ഞത് വിശ്വാസികളായ ആളുകളെ കുറിച്ചിട്ടല്ല. ഇവരെ പരിചയപ്പെടുത്തത് ഇതെൻ്റെ ഫസ്റ്റ് സണ്ണാണ്, ഫ്രം ലെവറിൽ നിന്നുണ്ടായ ആദ്യത്തെ കുട്ടിയാണ്. ഇത് 2ാമത്തെ ലെവറിലെ 2ാമത്തെ കുട്ടിയാണ്. ഇതെൻ്റെ വൈഫിലുണ്ടായ കുട്ടിയാണ്. ഇങ്ങനെ പരിചയപ്പെടുത്തുക. അതിന് നിങ്ങൾക്കൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. മെസ്സി എന്ന് പറയുന്ന കളിക്കാരനെ നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ. നമുക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ഹത്യ ചെയ്യല്ല. കാരണം അവരുടെ നാട്ടിൽ അതൊരു പ്രശ്നമല്ലാന്ന്. ഈ സദാചാരങ്ങൾ എന്ന് പറയുന്നത് ഇതിങ്ങനെയായി അതൊരു പ്രശ്നമല്ല. മെസ്സി കല്യാണം കഴിക്കുന്നത് കാമുകിക്ക് 2 കുട്ടികളുണ്ടായിട്ട് ആ കുട്ടികൾക്ക് ശേഷമാണ് കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ മെസ്സിയെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ. ഇനി കുട്ടികളൊക്കെ പാടെ നാളെ യൂട്യൂബിൽ ചോട്ട് വന്നിട്ട് മെസ്സിയെ കുറ്റപ്പെടുത്തി തന്നെ പൊങ്കാലയിടല്ല. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെസ്സിയെ നമുക്കിഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ കളി ഇഷ്ടമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിവാഹം അദ്ദേഹത്തിന് 2 കുട്ടികൾ ജനിച്ചതിന് ശേഷമാണ് നടന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ നാട്ടിൽ ഇതൊക്കെ എന്താണ്, ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ലവേഴ്സിലും കുട്ടികളുണ്ടാകാം. നമ്മുടെ നാട് ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ലിബറലിസം പറഞ്ഞിട്ട്. ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നോക്കട്ടെ. കേരളത്തിലൊരു കല്യാണം കൂടുന്നത് ഏത് മതക്കാരാവട്ടെ, ഒരു പെൺകുട്ടി പറയാണ്, ഇത് ഞാൻ എൻ്റെ ആദ്യത്തെ ലെവറിലുണ്ടായ കുട്ടിയാണിത്, ഇതെൻ്റെ 2ാമത്തെ ലെവറിലുണ്ടായ കുട്ടിയാണ്, ഇതെൻ്റെ പിന്നെ ഹസ്ബൻഡിലുണ്ടായ കുട്ടിയാണെന്ന് പറയുന്ന ആ അധോഗതിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളത് പറയും എന്ത്, നമ്മളാകെ ചുരുങ്ങി പിന്നെ മനസ്സിലാക്കുന്നു, ലോകത്തെ മനസ്സിലാക്കുന്നില്ല. ഞാൻ ലോകം മനസ്സിലാക്കിയത് കൊണ്ട് ഏകദേശം പിന്നെ എല്ലാ രാജ്യത്തും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഓരോ മാസത്തിൽ എന്ന പോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം ആയുസ് എത്ര ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 53 രാജ്യമായി. അതുകൊണ്ട് പോയി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ പുസ്തകത്തിൽ വായിച്ചിട്ടല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. അതുപോലെ നമ്മുടെ രാജ്യവും ആകണമെന്നാണോ? കീ എക്സ്ചേഞ്ച് ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടത്. കീ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് വന്ന് നമ്മളെ എറണാകുളത്ത് വരെ വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് 5 ഭാര്യമാരും 5 ഭർത്താക്കന്മാരും കൂടി യാത്ര ചെയ്യുന്നു. ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുന്നു. അവിടെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഭാര്യമാരത് അറിയുന്നില്ല. എന്നിട്ട് ഭാര്യമാരുടെ കണ്ണുകൾ കെട്ടുന്നു. കണ്ണുകൾ കെട്ടിയിട്ട് ചാവി എന്ത് ചെയ്യുന്നു? ടേബിളിൽ വെക്കുന്നു. 5 കാറിൻ്റെയും ഒരു ചാവി എടുത്തിട്ട് പോകുന്നു. ആരുടെ ചാവിയാണോ എടുത്തത് അയാളുടെ കൂടെ പോയേക്കണം. അതിന് കീ എക്സ്ചേഞ്ച് എന്ന പേര്. സത്യത്തിൽ അതിന് പേര് വൈഫ് എക്സ്ചേഞ്ച് എന്നാണ്. ഈസ് ഇറ്റ് ലിബറലിസം? ഇതാണോ നിങ്ങൾ പറയുന്ന ലിബറലിസം? ഇങ്ങനെ കുടുംബത്തിൻ്റെ മുഴുവൻ അലകുകോലുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എറണാകുളത്ത് വരെ ഇത് സംഭവിച്ചു. ഇതൊക്കെ വരുന്ന കാലം നോക്കിയിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്? ചെറുപ്പക്കാർക്ക് രസമായിരിക്കും, ഇതൊക്കെ ആഘോഷിക്കുന്നവർക്ക് അത് രസമായിരിക്കും. മേ ബി ചിലപ്പോൾ ദൈവമില്ലെന്ന് പറയുന്നവർക്ക് എങ്ങനെ ആയാൽ എന്താ പ്രശ്നം? എന്തൊക്കെ വാദങ്ങളപ്പോൾ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരേ ജെൻഡറിലുള്ള ആളുകൾ വിവാഹം കഴിച്ചാൽ എന്താ പ്രശ്നം? ആൾക്കാരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ ലെവലിലുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പ്രകൃതിദത്തമായിട്ട് ദൈവം കൽപ്പിച്ച, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർക്കൊരു പ്രകൃതിയുടെ രീതി ഉണ്ടാവില്ലേ? ആ രീതിയെ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് പോവാണ്. ആളുകൾക്ക് എങ്ങനെയും ജീവിക്കാം, ഏത് കോലത്തിലും ആകാം. പോകുന്നവരങ്ങനെ പോയിക്കോട്ടെ. നമ്മളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. സ്വസ്ഥമായൊരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ ചില ചിട്ടവട്ടങ്ങൾ അനിവാര്യമാണ്, ചില ചിട്ടകൾ അനിവാര്യമാണ്. കാരണം എല്ലാറ്റിനും ഒരു ബൗണ്ടറി ഉണ്ട്. എവറി പേഴ്സൺ ഈസ് ഓൺ ഇൻഡിവിജ്വൽ ലിബർട്ടി ബട്ട് ഡോണ്ട് ഇന്റർഫിയർ ടു അതേഴ്സ് ലിബർട്ടി. എല്ലാ മനുഷ്യർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടായിരിക്കരുത്. എനിക്കിങ്ങനെ കൈവീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് മറ്റുള്ളവൻ്റെ മുഖത്തേക്കായിരിക്കരുത്. അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നീതി നിയമം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. എന്താ യമനിയമ എന്ന് പറഞ്ഞാൽ ആ പദത്തിന് തന്നെ എത്ര വലിയ അർത്ഥമുള്ളത് എന്നറിയോ? ആ പദത്തിൻ്റെ അർത്ഥം യമനിയമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം. യമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടുന്ന നന്മകളാണ്. ആ നന്മകൾ ഇല്ലാതെ വരുമ്പോൾ പുറത്തുനിന്ന് നിർബന്ധമായ യമം നടപ്പിലാക്കും രാഷ്ട്രം. അതിൻ്റെ പേരാണ് നിയമം. നിയമം എന്നാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? യമം എന്ന് പറഞ്ഞാൽ സ്വന്തമേ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടുന്ന സത്യസന്ധമായ കാര്യങ്ങൾ. അതില്ലാതെ ഒരാൾ ജീവിക്കുമ്പോൾ പുറത്തുനിന്ന് നിയമം എന്താക്കും? ഇടപെടും. നിർബന്ധമായ യമത്തെയാണ് നിയമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാഷ്ട്രം ഇടപെടും. ഉദാഹരണത്തിന് ഓരോ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പോയിട്ട് ശരി എങ്ങനെയും ജീവിക്കാമല്ലോ, ഞങ്ങൾക്ക് 18 വയസ്സായി എന്നും പറയേണ്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിയമം ഇടപെടും. ഈ നിയമത്തിൻ്റെ അങ്ങേ തലയുടെ ഒരു പേരാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ റിലിജിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിയമസംഹിതയുടെ പേരാണ്. ഒരു രാഷ്ട്രത്തിന് നിയമം ഉണ്ടാവില്ലേ? ഒരു സ്റ്റേറ്റിന് നിയമം ഉണ്ടാവില്ലേ? ഒരു ജില്ലയ്ക്ക് നിയമം ഉണ്ടാവില്ലേ? ആ നിയമത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ടല്ലേ ആ രാജ്യം പോകുന്നത്. ആ രാജ്യം ഒരു ബൗണ്ടറി ഉണ്ടല്ലോ. ആ ബൗണ്ടറിയെ പോലെ ഓരോ മതങ്ങൾക്കും ഒരു ബൗണ്ടറി ഉണ്ട്. അയൽവാസി ആരായിരുന്നാലും അവനെ സ്നേഹിച്ചേക്കണം, പക്ഷേ അവനെ ഉപദ്രവിക്കാൻ പാടില്ല. അത് നിയമത്തിൻ്റെ ഒരു ബൗണ്ടറിയാണ്. അതാരായിരുന്നാലും അവൻ ഉപദ്രവിക്കരുത്. ഇങ്ങനെ കുറേ നിയമങ്ങളെ കൊണ്ട് നിബിഡമാണ് മതം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അലകുകോലുകൾ പോയിട്ടാണ് ഡ്രഗ്സ് എന്നതിലേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളൊരിക്കലും വിചാരിക്കരുത് ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം ഏതോ ഒരു കുട്ടിക്ക് അബദ്ധമായി സംഭവിച്ച് അങ്ങനെ ആ കുട്ടി അതിലേക്ക് പോവാണ്. മാസ്സായിട്ട് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മാസ് മൂവ്മെൻ്റാണിത്. കാരണം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന, ആയിരക്കണക്കിന് കോടികളെ കൊണ്ട് ലക്ഷക്കണക്കിന് കോടികളെ കൊണ്ട് അമ്മാനമാടുന്നതാരാ? ഡ്രഗ് മാഫിയയാണ്. ഡ്രഗ് മാഫിയ. ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാനും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അവിടെ ഒരു ലേഡിയായ ഒരു MP ഉണ്ട്. അവരെന്നോട് ചോദിച്ചു, ബഷീർ സാഹിബ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലിടക്ക് ഞങ്ങളിങ്ങനെ പരിചയപ്പെടുകയാണ്. ആ ലേഡി MP എന്നോട് ചോദിച്ചു, എന്താണ് ഈ KMCC എന്ന് പറഞ്ഞാൽ? KMCCയുടെ ഒരു KMCC ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് മെൽബണിൽ. അപ്പോൾ KMCC എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്നതാണ് അതിൻ്റെ പേര്. ഓ, മുസ്ലിം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതിനെതിരെ എന്തെങ്കിലും പറയുമോന്നൊക്കെ. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇസ്ലാമിനെ എതിർക്കാൻ കാരണം എന്താണെന്നറിയോ? ഇസ്ലാമിനെ ലോകം എതിർക്കാനുള്ള കാരണം മറ്റ് മതക്കാരുടെ പ്രശ്നമല്ല. മറ്റ് മതക്കാരാണ് എതിർക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ കുറേശ്ശെ കഥ ഉണ്ടാവാം. ഏറ്റവും പ്രധാനമായി അതിനെ എതിർക്കുന്നത് കോർപ്പറേറ്റ് ഭീമന്മാരാണ്. കാരണം നിങ്ങൾ ഗാംബ്ലിങ്ങിനെ, ഇവിടെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും, ചൂതാട്ടത്തിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ചൂതാട്ടമാണ്.
1000 കോടി വാതുവെപ്പ്, 2000 കോടി വാതുവെപ്പ്. അങ്ങനെ അതിനെതിരെ ഇവർ ഭയങ്കരമായിട്ട് നിലകൊള്ളുന്നു. യഥാർത്ഥ ഇസ്ലാം, പേരിന് മുസ്ലിങ്ങളുടെ കഥയല്ല ഞാൻ പറയുന്നത്. പിന്നെ ഡ്രഗ്സിനെതിരെ അതിമനോഹരമായി നിങ്ങൾ നിലകൊള്ളുന്നു. ഒരിക്കലും പുക പോലും വലിക്കരുത് എന്ന്, അല്ലേ? ലാ തുൽക്കി അഹ്ലീക്കും ഇല തഹ്ലുക, നിങ്ങളുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം ശരീരത്തിനെ നിങ്ങൾ എന്താക്കരുത്, നാശത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന വ്യാഖ്യാനത്തിൽ പുക പോലും വലിക്കരുത് എന്ന വ്യാഖ്യാനം വരുന്നു. സ്വന്തം നാശത്തിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുവരുതെന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ ദുനിയാവിൽ പോലും നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് തോന്നും അത് ഉപയോഗിക്കാത്തവർക്കും ക്യാൻസർ വരുന്നില്ലേ? പൊതുവേ കുട്ടികൾക്കുള്ളൊരു തോന്നലാണ്. ഹാൻഡ്സ് ഉപയോഗിക്കാത്തവർക്ക് ഇത് വരുന്നില്ലേ? അവരുടെ മനസ്സിൽ തോന്നുന്ന തോന്നലാണ്. എന്നോട് ഇക്ബാൽ സാറ് RCCയിലെ ചീഫ് ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞേക്കണം 8:2 എന്നതാണ് അതിൻ്റെ റേഷ്യോ. എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഉപയോഗിക്കുന്ന 10 പേരിൽ 8 പേർക്കും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്, 2 പേര് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ ആ ഒരു ഇതിനനുസരിച്ചിരിക്കും, ബലത്തിനൊക്കെ അനുസരിച്ചിരിക്കും, അവരുടെ ഡിഫൻസ് പവറിനനുസരിച്ചിരിക്കും. എന്നാൽ ഇതേപോലെ ഹാൻഡ്സ് ഉപയോഗിക്കാത്ത 10 പേരിൽ 2 പേർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്, 8 പേരും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പോസിബിലിറ്റി. അപ്പം കൂടുതൽ നെഗറ്റീവ് പോസിബിലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഹാൻഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 ആൾക്ക് വരില്ല, ശരി 8 ആൾക്ക് വരുമല്ലോ, അതിൽ നമ്മൾ പെട്ടുപോയാലോ? ഇതാണ് ഡോക്ടേഴ്സിൻ്റെ കണക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റേഷ്യോ കൂടുതലുള്ളതിലേക്ക് നമ്മൾ പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയണ്ടായി, അവർ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണ്, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിറങ്ങിയാൽ നമ്മളിവിടുത്തെ മാതിരി 7ാം ക്ലാസ്സും കുസ്തിയും കൊണ്ട് ഒരാൾക്ക് MP ആകാൻ പറ്റില്ല. ഏതായിരുന്നാലും ശരി, അവിടെ ശക്തമായി അവരൊന്ന് സംസാരിക്കുകയുണ്ടായി. ഞാൻ പ്രഭാഷണത്തിൽ പറഞ്ഞു എന്നല്ല പറഞ്ഞത്, ഈ ഒരു രീതിയിൽ നമ്മളോട് സംവദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോ മതാചാരപ്രകാരം പോകുന്ന ആളുകളെയും തടഞ്ഞു നിർത്താൻ കുറേ ആളുകളുടെ പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങളൊക്കെ അത് ക്ലവർലി നടക്കുന്നതാണ്. കാരണം യൂറോപ്പിനെ പോലെ ഇവിടെ ആക്കണം. എന്നാൽ യൂറോപ്പ് മാറാൻ തുടങ്ങിയിരിക്കുന്നു, അതാ രസം. യൂറോപ്പിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയല്ല, ഇപ്പം അവരും കുട്ടികളെ നോക്കാൻ തുടങ്ങി. പണ്ട് എന്ന് പറഞ്ഞൊരു സായിപ്പത്തി സ്ത്രീ പോകുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെയും കൊണ്ടാ പോവുക. ഇപ്പം സ്വന്തം മക്കളെയും കൊണ്ട് തന്നെയാണ് അവരും പോകുന്നത്. കാരണം അവർക്ക് കുടുംബം ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. പണ്ടൊക്കെ മക്കൾ അവർ ശ്രദ്ധിക്കുകയും ചെയ്യൂല. അപ്പം നമ്മൾ ചെറിയ കുട്ടികളായിട്ട് പോയി ഹായ് ബേബി എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരും. കാരണം അവർക്ക് കുട്ടികളെ വലിയ ഇഷ്ടമാണ്. ഇപ്പം തുടങ്ങിയതാണ് അതൊക്കെ. ഇപ്പം തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങി സ്വിച്ചിട്ട പോലെ എന്നല്ല. എന്നാലും കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നു, ലോകത്തിൻ്റെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ 100 വർഷം മുമ്പേ വേണ്ടാതെ ചവച്ചു തുപ്പിയതിനെ അണ്ണാക്ക് തൊടാതെ നമ്മൾ വിഴുങ്ങുന്നു. അതിൽപ്പെട്ടതാണ് ഡ്രഗ്സ്. നൈജീരിയയിൽ നിങ്ങൾ പോയാൽ ഏകദേശം അവിടെ ഉള്ളത് 14 കോടി ജനങ്ങളാണ്. അതിൽ 9 കോടി മുസ്ലിംസാണ്, 5 കോടി ക്രിസ്ത്യൻ സമൂഹമാണ്. അതിലൊരു പറ്റം ഞാൻ സമൂഹത്തൊന്നും പറയുന്നില്ല. ഒരു പറ്റം ജനത, 32 ലക്ഷം ആൾക്കാരൊക്കെയുള്ള ക്ലബ്ബുകളുണ്ട്, ഡ്രഗ്സിൻ്റെ ക്ലബ്ബുകൾ. എന്നിട്ട് ലോകതലത്തിലേക്ക് അവർ കയറ്റിവിടുകയാണ്, ലോകതലത്തിലേക്ക് അവർ എത്തിക്കുകയാണ്. കാരണം ഇതിൻ്റെ കാരിയേഴ്സായിട്ട് അവർ കാണുന്നത് വിദ്യാർത്ഥികളെയാണ് ഏറ്റവും പ്രധാനമായും. കാരണം എന്താണെന്നറിയോ? വലിയവർക്ക് കൊടുത്താൽ അവർ ഉപയോഗിച്ചിരിക്കുക എന്നല്ലാതെ അവർ കൊണ്ടേ വിൽക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. ഈ ചെറിയ മക്കൾക്ക് പൈസ കിട്ടാത്തത് കൊണ്ട് അവർക്കൊരു 500 രൂപ കിട്ടിയാൽ അവർ ഏത് മിഠായി മാർക്കും കൊണ്ടേ പോയി കൊടുക്കാനും തയ്യാറാണ്. ഇതാണ് ഈ പാവം കുട്ടികൾ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലഹരിയിലേക്ക് അവർ പോവാണ്. ഈ ലഹരി എന്ന് പറഞ്ഞ വിഷയം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് മടങ്ങാം. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം മൂല്യവത്തായ ഒരു ജീവിതം ഉണ്ടായാലേ കുട്ടികളും ഇതിൽ നിന്ന് പിന്മാറൂ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് കൊണ്ടോ അവരുടെ തെറാപ്പി കൊണ്ടോ ഇതുകൊണ്ടൊക്കെ മാറ്റങ്ങളുണ്ടാവും. ഇതേപോലെ തന്നെ പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിലെ മരുന്നുകളെ കൊണ്ടോ അതിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ മാത്രമല്ല മടങ്ങുന്നത്. ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിലേക്ക് അടുക്കാതിരിക്കുന്നത് അവർ വിശ്വാസികളായതുകൊണ്ടാണ്. മദ്യപിക്കാത്തത്, ഈ പറയുന്ന രീതി ലഹരി ഉപയോഗിക്കാത്തത്, ഇതവർക്ക് വിശ്വാസമുണ്ടായതുകൊണ്ട്. ഏത് വിശ്വാസം? ഇതൊന്നും എനിക്ക് പാടില്ല എന്ന വിശ്വാസം. ഇതിനെയെല്ലാം എതിർത്തൊരു തമ്പുരാനുണ്ടെന്ന വിശ്വാസം. മദ്യപാനം എല്ലാ ദോഷത്തിലേക്കുള്ള താക്കോലാണ് എന്ന് പഠിപ്പിച്ച വിശ്വാസം. എല്ലാ പാപങ്ങളുടെയും താക്കോലാണ് മദ്യപാനമെന്ന്. ശരിയെന്നല്ലേ? മദ്യപിച്ചാൽ പിന്നെ അതിമലല്ലോ നിൽക്കുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ പോവല്ലേ? ഇതുപയോഗിച്ചാൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കറുത്തെറുത്ത് കൊന്നത് ഇവിടെ നിന്ന് അതിവിദൂരമല്ലാത്തൊരു സ്ഥലത്തല്ലേ? ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അഥവാ എല്ലാ രീതിയിലുള്ള ലാബിൽ നിന്നും മാറി അവസാനം നമ്മളൊരു ഡബിളായി, ഒരു പിശാചായി മാറിക്കൊണ്ടിരിക്കുകയാണ്.